إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ബഹുമാനമുള്ള വിശ്വാസികൾ സൃഷ്ടികർത്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് പഠിച്ച് മനസ്സിലാക്കിയതനുസരിച്ച് കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തി നാളെ പരലോകത്ത് വിജയം കൈവരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി തീരാൻ പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തോളം എന്ന പോലെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് ജീവിതത്തിൽ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാണ്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് ഹജ്ജുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ ആളുകൾ അവരവരുടെ നാടുകളിലേക്കുള്ള ഒരുക്കത്തിലും തയ്യാറെടുപ്പിലും ഒരുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലുമാണ്. ഏറെ ധന്യമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോയത്. ഒരുപാട് സൽപ്രവർത്തനങ്ങളുമായി കഴിഞ്ഞു പോകാൻ നമുക്ക് അവസരം ലഭിച്ചു. സ്വീകരിക്കുമാറാകട്ടെ. ഏതൊരു സമൂഹത്തിൻ്റെയും നാടിൻ്റെയും കരുത്താണ് അവിടുത്തെ യുവാക്കളെന്നത്. ലോക ചരിത്രത്തിലെ വിപ്ലവങ്ങളുടെ പിന്നിലെല്ലാം നാം വായിക്കുന്നത് യുവാക്കളുടെ പേരുകളാണ്. മനസ്സും ശരീരവും ഒരുപോലെ ഊർജസ്വലമായ ഈ പ്രായത്തില് ഏത് കാര്യത്തിലും മുന്നിട്ടിറങ്ങാൻ യുവാക്കൾക്ക് സാധിക്കും. യുവത്വം ശക്തിയുള്ള സമയമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സൃഷ്ടിച്ചത് ദുർബലാവസ്ഥയിൽ നിന്നാണ്. പിന്നെ ആ ദുർബലതയിൽ നിന്നുണ്ടാകുന്ന ഖുവ്വത്ത് ശക്തി നൽകി. പിന്നെ വീണ്ടും ദുർബലതയും അതേപോലെ നരയും വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റം എത്തി. അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു, ഉണ്ടാക്കുന്നു. അല്ലാഹു എല്ലാം അറിയുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് റൂമിലൂടെ പഠിക്കുന്നു.
വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾ മുതൽ രാജ്യത്തിന്റെ അതിർത്തികൾ വരെ രക്ഷാകവചം തീർക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. ആ കൂട്ടത്തിൽ യുവാക്കൾ അശാസ്ത്രീയ നിയമങ്ങളിലൂടെ ജനന നിയന്ത്രണം ഏർപ്പെടുത്തിയ പല രാജ്യങ്ങളും ഇന്ന് യുവാക്കളില്ലാതെ ദാരിദ്ര്യം അനുഭവിക്കുകയാണ്. നന്മയുടെ പതാകവാഹകർ ആകുന്ന പോലെ തന്നെ അപകടകരമായ വാർത്തകളിലും നാം കാണുന്നത് അധികവും യുവാക്കളുടെ പേരുകളാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആത്മഹത്യയുടെ മുനമ്പുകളിൽ അല്ലെങ്കിൽ വക്കത്തിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തി നോക്കിയെടുത്താൽ കാണുന്നതും യുവ സമൂഹത്തിലാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ പിടിയകപ്പെടുന്നവരും ഏറെയും യുവാക്കളെയാണ്. ഈ അടുത്ത് പോലും നമ്മുടെ ചുറ്റുവട്ടത്തിൽ പോലും MDMയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പിടിക്കപ്പെട്ടതും യുവാക്കളുടെ സാന്നിധ്യമാണ് കാണാൻ സാധിക്കും. ആവേശവും വികാരവും ആവശ്യത്തിനും ഉള്ളതിനാൽ ഏത് ദിശയിൽ തിരിച്ചുവിടുന്നോ അങ്ങോട്ട് പോകുന്ന പ്രായമാണത്. അതിനാൽ മനുഷ്യ ജീവിതത്തിന് കൃത്യമായ ആത്മീയമായ കാര്യങ്ങൾ വരച്ചു കാണിച്ച ഇസ്ലാം അതിലെ അതിപ്രധാനമായ ഈ കാര്യത്തിൽ വ്യക്തമായ മാർഗദർശനം നൽകുന്നുണ്ട്. യുവത്വത്തെ ഏറ്റവും നന്മ ഉപയോഗപ്പെടുത്താൻ ഉതകുന്ന ഉപദേശങ്ങളാണ് ഇസ്ലാം അവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തേത് ശ്രദ്ധിക്കണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 5 കാര്യങ്ങൾ. ഒന്ന് ശബാബക ഖബ്ല ഹറമിക എന്ന വാർദ്ധക്യം എത്തുന്നതിന് മുമ്പായിക്കൊണ്ട് നിന്റെ യുവത്വത്തെ നന്നായി ഉപയോഗപ്പെടുത്തണമെന്ന വിഷയത്തിന്റെ ഗൗരവമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 4 പോയിന്റിൽ നിന്നുകൊണ്ട് പഠിപ്പിച്ച ഇതിൽപ്പെട്ട ഒന്നാണ് യുവത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ യുവത്വത്തെ ശരിയായി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തത് റബ്ബിന്റെ അരികിൽ യുവത്വം ചോദ്യം ചെയ്യപ്പെടും. അത് തന്റെ യുവത്വം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന ചോദ്യം നാളെ പരലോകത്തുണ്ട് എന്നത് തന്റെ ജീവിതത്തിലെ ഒരു പ്രായത്തെ എടുത്തുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. പറഞ്ഞ ഈ 2 വിഷയങ്ങളും ശ്രദ്ധിച്ച് അങ്ങനെ ശ്രദ്ധിച്ച ഒരു ഭക്തനായ യുവാവിന് പ്രതിസന്ധിയുടെ നാളുകളിൽ അഥവാ നാളെ പരലോകത്തിൽ അർശിന്റെ തണം ലഭിക്കുമെന്ന് പഠിപ്പിച്ചു. അതെ, ഈ 3 തത്വങ്ങൾ ഉൾക്കൊണ്ട ഒരു മുസ്ലിം നന്മയിലായിരിക്കും. അവൻ തിന്മയെ തടയും. താൻ ജീവിക്കുന്ന സമൂഹത്തിൽ എപ്പോഴും തണലായിരിക്കും എന്ന് പഠിപ്പിച്ചു. അതേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ ആ ഒരു യുവത്വത്തിന്റെ ഗൗരവത്തെയാണ് വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഉള്ള ആ ഒരു പ്രായത്തെ എടുത്തുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിച്ചത്. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, നഹ്നു നഖ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവരിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനാണ് ഖുർആൻ ആ ചരിത്രം നമുക്ക് വിവരിച്ചു തന്നത്. അതല്ലാണ്ട് അവര് പ്രത്യേകമായ ഔലിയാക്കളായി സ്വീകരിക്കാനോ അവരോട് പ്രാർത്ഥിക്കാനോ അല്ല. അഥവാ അന്ധവിശ്വാസം മൂത്ത് രോഗം നിയന്ത്രിക്കുന്ന മരിച്ച മണ്ണായവരാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. വിദ്യാർത്ഥികൾ സുന്നത്തായും സുന്നത്ത് പാലിക്കുന്നവരെ പുത്തനാശയക്കാരായും കാണുന്ന ചിലരുമുണ്ട്. മതത്തെ വിട്ട് മനുഷ്യൻ ചൂഷണം ചെയ്ത് കോടികൾ സമ്പാദിക്കുന്നവരുണ്ട്. വിശ്വാസത്തെയും സംസ്കാരത്തെയും തകർക്കുന്ന ലിബറൽ ചിന്തകൾ പ്രചരിപ്പിക്കുന്നവരുണ്ട്. ആൺപെൺ വ്യത്യാസമില്ലാത്ത ലോകത്തെ അവർ പുരോഗമനമായി കാണുന്നവരുണ്ട്. അതേ സന്തോഷത്തിന്റെ വിവാഹ ചടങ്ങുകൾ ആഭാസങ്ങളുടെ ഇടമാക്കി മാറ്റുന്നവരുണ്ട്. അബദ്ധസഞ്ചാരം നടത്തുന്ന മനുഷ്യർക്ക് നമ്മുടെ യുവത്വം വഴികാട്ടിയാവണം വിശ്വാസികളെ. നമ്മുടെ പൂർവികർ വിളക്കുമാടങ്ങളായതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ യുവത്വം ഉപയോഗപ്പെടുത്തിയത് തന്റെ ജനതയ്ക്ക് സദാചാര മൂല്യങ്ങള് പകർന്നു നൽകാനാണ് എന്നത് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതായത് ആ പ്രവാചകന്റെ ഏറെ ശ്രദ്ധേയമായ ചരിത്ര സ്മരണകളെ അയവിറക്കിക്കൊണ്ടാണ് നാം കഴിഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അരാജകത്വം ഒഴുകിയ സമൂഹത്തിന് വിശ്വാസത്തിന്റെ തീരെ തെളിയിക്കുമ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയസ്സ് 40 ആയിരുന്നു. പ്രതിസന്ധികളെ മറികടന്ന് നന്മയുടെ വഴിയിൽ വെട്ടിത്തെളിക്കുന്ന സുമുഖനായ യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രം അധാർമികതക്കെതിരെ ശബ്ദിക്കേണ്ട നമ്മളുടെ യുവാവിനെയാണ് വിളിച്ചുണർത്തുന്നത്. ഇന്നഹു മിൻ അൽബാദിൽ മുഖ്ലസീൻ, നിഷ്കളങ്കരായ അതേപോലെ തന്നെ നിഷ്കാമ പ്രവർത്തകരായ
ആ നിലക്കുള്ള യുവത്വത്തിന്റെ തുടിപ്പായിരുന്നു യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എല്ലാ രാത്രിയും ഖുർആൻ ഓതി തീർക്കാൻ അനുവാദം ചോദിച്ച ചരിത്രം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കൊടുത്ത മറുപടി എന്തെന്നറിയോ? കുറെ കാലം കഴിയുമ്പോൾ നിനക്ക് മടുക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു, മാസത്തിൽ ഒരു തവണ ഓതുക എന്ന് പറഞ്ഞു. വീണ്ടും അദ്ദേഹം പറയാണ്, എന്റെ യുവത്വവും ശക്തിയും ഉപയോഗിക്കാൻ എന്നെ അനുവദിക്കുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 20 ദിവസം കൊണ്ട് പറ്റൂല. അപ്രവാചകൻ കൊണ്ടും അത് ആവർത്തിച്ചു. അതും ആവർത്തിച്ചു. അദ്ദേഹം എന്നെ കൊണ്ട് അത് പോരെന്ന് പറഞ്ഞു. അവസാനം സബീന എന്ന് പറഞ്ഞു, അഥവാ ആഴ്ചയിൽ ഓതി തീർക്കുക എന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ ദിവസം ഓതി തീർക്കാനുള്ള അനുമതിയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്. അതിന്റെ പ്രായോഗികതയും മനുഷ്യന്റെ കഴിവനുസരിച്ച് എങ്ങനെ ആയിരിക്കണം എന്നതിനെ കൂടിയുള്ള കൃത്യമായ ഒരു അവതരണമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പിലൂടെ ഈ സ്വഹാബിയുടെ ചരിത്രത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നാം ഖുർആൻ ഓതി തീർക്കാൻ കണക്കാക്കിയ സമയം എത്രയാണ്? 10 ദിവസമാണോ, 20 ദിവസമാണോ, ഒരു മാസമാണോ? നമ്മൾ ആലോചിക്കേണ്ടവരാണ്. നല്ല യുവത്വമുള്ള പ്രായത്തെ ഈ രംഗത്ത് നമ്മൾ ശക്തമായി ഉപയോഗപ്പെടുത്തേണ്ടവരാണ്. യുവാക്കളിൽ നിന്ന് കാലം തേടുന്ന 6 പോയിന്റിലേക്കാണ് ഞാൻ പോകുന്നത്. 1, ദീന് പഠിക്കണം, റബ്ബിന്റെ ഇഷ്ടം നേടണം എന്നതാണ്. ഭൗതികമായ പഠനവും ജോലിത്തിരക്കും അതുപോലെ കുടുംബ ബാധ്യതകളും തുടങ്ങിയ തിരക്കുകൾക്കിടയിൽ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാൻ സമയം കിട്ടാതെ പോകുന്നു പല ആളുകൾക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രയാസങ്ങളെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വിശ്വാസികളെ, സഹോദരങ്ങളെ, നാം ആലോചിക്കണം. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നല്ലൊരു പ്രായം, ആ ഒരു പ്രായത്തെ മുൻഗാമികളായ ആളുകൾ ഉപയോഗപ്പെടുത്തിയത് ദീനിന്റെ ഉദാഹരണത്തിനും ദീനീ പ്രവർത്തന മേഖലകളിലും അതിശക്തമായ നല്ലൊരു യുവത്വത്തിന്റെ നിലകളായിക്കൊണ്ടും പ്രവർത്തിച്ചവരാണെന്ന് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഭൗതിക പ്രബന്ധത്തിലല്ല, മറിച്ച് ദീനിന്റെ വഴിയിലാണ് റബ്ബിന് സ്നേഹമുള്ളത് എന്ന് അവർ കൃത്യമായി മനസ്സിലാക്കി, അവർ കൃത്യമായി അത് ഉൾക്കൊണ്ടു. ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിലെ യുവാക്കള് വൃദ്ധന്മാരെക്കാൾ അറിവ് നേടുന്ന കാര്യത്തില് മുൻപൈന്റെ തെറ്റിയിരുന്നു എന്ന് കാണാൻ സാധിക്കും. അത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ വിധി കൽപ്പിക്കുന്ന കാര്യത്തിൽ, വിധി തീർപ്പാക്കുന്ന വിഷയങ്ങളിൽ ആ നിയമപരമായ കാഴ്ചപ്പാടുകൾ കൃത്യമായി ഉൾക്കൊണ്ട ഒരു സ്വഹാബി. നബിയുടെ കാലഘട്ടത്തിൽ യുവാവായിരുന്നു. പ്രവാചകന്റെ മരണശേഷം മരണപ്പെടുന്ന അദ്ദേഹത്തിന്റെ പ്രായം 33 താഴെയാണ്. ഹലാലും അതേപോലെ തന്നെ ഹറാമുകളെയും കൃത്യമായി പഠിക്കാനും ഉൾക്കൊള്ളാനും വിദഗ്ധമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ബന്ധപ്പെട്ട് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് യുവാവായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ ഏകദേശം 27 വയസ്സായിരുന്നു. അതേപോലെ തന്നെ അനന്തരാവകാശമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചില നിയമങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത് നല്ലൊരു പ്രായത്തിലാണ്, നല്ലൊരു യുവത്വത്തിലാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ 23 വയസ്സായിരുന്നു പ്രായം. അതേപോലെ തന്നെ തർജുമാനുൽ ഖുർആൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുമ്പോൾ വളരെ ചെറിയ പ്രായമായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ പ്രായം 27 വയസ്സാണ്. 5000 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത 1600 ഹദീസ് മനപ്പാടമുള്ള സ്വഹാബിയാണ്. ആ സ്വഹാബിയെ സംബന്ധിച്ച് അങ്ങനെ കൃത്യമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് ദീന് പഠിക്കണം, റബ്ബിന്റെ ഇഷ്ടക്കാരാവണം എന്നതാണ്. രണ്ടാമത്തത് അപകടങ്ങളെ തിരിച്ചറിയണം എന്നുള്ളതാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ ലക്ഷ്യം വെക്കുന്നത് യുവാക്കളുടെ മസ്തിഷ്കമാണ്. വിശ്വാസ കാര്യങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തെറ്റിപ്പോകും. ആയുധം കൊണ്ട് തകർക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ എടുത്ത അജണ്ടയാണ് വിശ്വാസം ദുർബലപ്പെടുത്തുക എന്നുള്ളത്. അതെ, വിശ്വാസം ദുർബലപ്പെടുത്തുക എന്നത് ആണ് അവരുടെ കയ്യിലുള്ള അടുത്ത അജണ്ടയായി അവർ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇന്ന് യുവത്വത്തെ എടുത്തു പറയുമ്പോൾ പലപ്പോഴും അവര്
എവിടേക്കെയോ അർത്ഥം മാത്രം ഉപയോഗപ്പെടുത്തി അതിന്റെ ആഴങ്ങളിലേക്കോ അതിന്റെ ഉള്ളിലേക്കോ കടന്നു ചെല്ലാതെ ആശയങ്ങളെ പല കോലത്തിലേക്ക് വ്യാഖ്യാനിക്കുന്നതും ദുർവ്യാഖ്യാനിക്കുന്നതും അതേപോലെ അബദ്ധ സഞ്ചാരങ്ങളിൽപ്പെട്ട് യുക്തിവാദത്തിന്റെയും നിരീശ്വര പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ വക്താക്കളായി കൊണ്ട് കടന്നു പോകുന്നത് ചില വക്കത്തിരുന്നുകൊണ്ട് അഥവാ ഒരറ്റത്തിരുന്നുകൊണ്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഇങ്ങനെയാണ് ഇസ്ലാമിന് വരുത്തി തീർത്ത് അതിനെ അവഹേളിക്കുന്ന പരിഹാസ്യമാക്കുന്ന ലോകത്തിൽ എന്ത് സംഭവിച്ചു? വിശ്വാസം ദുർബലപ്പെടുത്തി, അവന്റെ ഈമാനെ ദുർബലപ്പെടുത്തി, ആയുധം കൊണ്ട് കൈയടക്കാൻ കഴിയാതെ വന്നപ്പോ അവന്റെ വിശ്വാസത്തെയാണ് ദുർബലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അപകടങ്ങളെ നാം തിരിച്ചറിയണം. മൂന്നാമത്തെ വിഷയം, സോഷ്യൽ മീഡിയ അപകടങ്ങൾ തിരിച്ചറിയണം. വിമർശനങ്ങൾക്ക് മുഴുവൻ ചെവികൊടുക്കരുത് എന്നത് റബ്ബിന്റെ കൽപ്പനയാണ്. അത് നമ്മെ തെറ്റിച്ച് കളയുമെന്ന് കൃത്യമായി പഠിപ്പിച്ചു. അതെ, നമ്മൾ ദൃഷ്ടാന്തങ്ങളെ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ആ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ട പോലെ അതിന് തിരിച്ചു കളയുന്ന ഫായതാനുഭവം, അതിന് തിരിഞ്ഞു കളഞ്ഞ ആളുകളെ കാണാം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, അവരും തിരിഞ്ഞു കളയാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അവർ തിരിഞ്ഞു കളയാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അവർ അത്തരത്തില് ഇസ്ലാമിനെ വിമർശിക്കുന്ന എല്ലാ നിലക്കും മോശമായി ചിത്രീകരിക്കുന്ന വേളകളിൽ അവരോടൊപ്പം നിങ്ങൾ ആയിരിക്കുമ്പോൾ അതിന് ഘട്ടം കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവർ മറ്റു പല സംസാരങ്ങൾ ഏർപ്പെടുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അവരോടൊപ്പം ഇരിക്കാൻ പാടില്ല എന്ന നിങ്ങളെ വഴി മറപ്പിച്ചു കഴിഞ്ഞാലോ, അങ്ങനെ മറക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞാൽ ശേഷം നിങ്ങൾക്ക് ഓർമ്മ വന്നാൽ അക്രമികളുടെ കൂടെ പോയി പെടാൻ പാടില്ല. അതുകൊണ്ട് ഓർമ്മ വന്നാൽ മാറി നിൽക്കണമെന്ന് കൂടി കൃത്യമായി വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് മതം പഠിക്കാത്തവർ ഈ അടിസ്ഥാനം ഉൾക്കൊണ്ടില്ലെങ്കിൽ പെട്ടെന്ന് തെറ്റിപ്പോകാം. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെ കാലത്ത് അതിനെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നാലാമത്തെ വിഷയം, വിമർശനങ്ങളും അതിനുള്ള മറുപടികളും പറയുന്ന സംസാരങ്ങളും എഴുത്തുകളും നാം ശ്രദ്ധിക്കണം. അതെന്താ? ഒരു തത്വം മറക്കാതെ വഴിതെറ്റില്ല. അതിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അതിൽ അസത്യം വന്നെത്തുകയും അതേപോലെ തന്നെ അതിൽ അസത്യം വന്നെത്തുകയില്ല. അതേ യുക്തിമാനും സുഖകരമായ റബ്ബിന്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണിത്. ആ ഗ്രന്ഥത്തിലെ അസത്യങ്ങൾ കൂട്ടിക്കലർത്താൻ, അതേപോലെ തന്നെ അസത്യങ്ങൾ ചേർത്തുകൊണ്ട് ഇതാണ് വിശുദ്ധ ഖുർആന്റെ പ്രയോഗമെന്ന് അതിന്റെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും വഴിമാറിക്കൊണ്ടുപോവുകയും വൈരുദ്ധ്യമുണ്ട് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, അതിന്റെ മുന്നിലൂടെയും പിന്നിലൂടെയും കൊണ്ടുവന്നാൽ പോലും യാതൊരു അസത്യങ്ങൾക്കും പഴുതില്ലാത്ത വിധം സത്യം മാത്രമുള്ള ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നതിനെ നാം തിരിച്ചറിയണം. ഈ ആദർശത്തിൽ പിഴവില്ല എന്നത് റബ്ബിന്റെ വാക്കാണ്. അപ്പോൾ നമുക്ക് വേറെ സംശയം എന്താ? അങ്ങനെ സംശയം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ പഠിച്ചു ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് എന്ന് നാം തിരിച്ചറിയണം. അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അഞ്ചാമത്തെ വിഷയം, നമ്മുടെ സമയവും ചിന്തയും അധ്വാനവും നൽകണമെന്നതാണ്. ഇസ്ലാം വിമർശനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ നമ്മുടെ സമയവും ചിന്തയും അധ്വാനവും നൽകണം. അവിടെയാണ് യുവത്വത്തെ നാം തിരിച്ചറിയുമ്പോൾ, മുൻകാല ചരിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. പ്രവാചകൻ സംരക്ഷണം നൽകുന്ന അബൂബക്കറിന്റെ പ്രായം 35 അതേപോലെ തന്നെ ഉമർ ഇസ്ലാം സ്വീകരിക്കുമ്പോ 30 താഴെയാണ് പ്രായമുണ്ടായിരുന്നത്. സൂചിപ്പിച്ചു വരുന്നത് ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള കാവലാളാകാൻ നമുക്ക് സാധിക്കണം. കഴിഞ്ഞുപോയ ഇന്നലകളിലൂടെ ചില പ്രമുഖരായ പണ്ഡിതന്മാർ മരണപ്പെട്ട വാർത്തകളെ നമ്മൾ കേൾക്കുകയുണ്ടായി. സഈദ് ഫാറൂഖി എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ പണ്ഡിതൻ ഈ അടുത്ത കാലത്താണ് മരണപ്പെട്ടു പോയതെന്ന് പറഞ്ഞാൽ അൽ ഫിത്ര എന്ന് പറയുന്ന ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ആ സ്കൂളുമായി ബന്ധപ്പെട്ടതിന്റെ തുടക്കക്കാരനും അതിന്റെ ഉന്നതാൻ കൂടിയായിരുന്നു ആ സഭ്യന്റെ പണ്ഡിതൻ. അല്ലാഹു നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ സൂചിപ്പിച്ചു വന്നത് അവരെന്തൊക്കെയോ ഈ ഉമ്മത്തിൽ നല്ല മെസ്സേജുകൾ തന്നുകൊണ്ടാണ് കടന്നുപോയിട്ടുള്ളത്. അതുപോലെ അടുത്ത് ഉബൈദുൽ പൊന്നാനി എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ, എഴുത്തുകാരൻ, ചിന്തകൻ, വിദ്യാസമ്പന്നനായ വിദ്യാഭ്യാസ രംഗത്ത് അതിശക്തമായ മുന്നേറ്റം നടത്തിയ ഒരു പണ്ഡിതൻ ഈ അടുത്താണ് മരണപ്പെട്ടു പോയത്. ആലോചിച്ച് നോക്കി, അവരൊക്കെ നമുക്ക് നൽകിയ ഒരു വല്ലാത്ത മെസ്സേജുകൾ, സന്ദേശമുണ്ട്. അവർ നല്ലൊരു പ്രായം ഇസ്ലാമിന് വേണ്ടി, ദഅ്വാ രംഗത്ത് വേണ്ടി,
ദീർഘമായി ജീവിതം ഒഴിഞ്ഞു വെച്ചവരായിരുന്നു. നാം ആലോചിക്കേണ്ട വിഷയമാണ്. ഒട്ടേറെ പണ്ഡിതന്മാര് ഈ അടുത്ത് മരണപ്പെട്ടു പോയവരുണ്ട്. എല്ലാവർക്കും നൽകുമാറാകട്ടെ. അവരുടെ ജീവിതത്തിലൂടെ കാഴ്ചവെച്ച ഒരു സന്ദേശം അതാണ്. പ്രവാചകന്റെ വിരിപ്പിൽ കിടക്കുന്ന അരിയാരിതങ്ങള് പ്രവാചകനെ എല്ലാ നിലക്കും സഹായിച്ചത്, ഇസ്ലാമിനു വേണ്ടി സംരക്ഷണം നൽകിയത്, ആ വിരിപ്പിൽ കടന്നുകൊണ്ട് സംരക്ഷണം നൽകിയത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഉമൈർ ഇബ്നു അബി വഖാസ് ബദർ പങ്കെടുത്തത് 16-ാമത്തെ വയസ്സിലാണ് ഇസ്ലാമിനു വേണ്ടി. ആദ്യമായി ഇസ്ലാമിൽ അമൽ ചെയ്യുമ്പോ സഈദ് ഇബ്നു അബി വഖാസിന്റെ പ്രായം 17 വയസ്സാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ നിർവഹിച്ചത് തന്റെ യുവത്വമാണ്. അമാനി മൗലവിയുടെ 15 വർഷത്തെ പ്രായമാണ് നാം നമ്മുടെ പള്ളിയിൽ കാണുന്ന അമാനി പരിഭാഷ എന്ന് പറയുന്ന ആ വല്ലാത്തൊരു പരിഭാഷ. വിശ്വാസികളെ 15 വർഷക്കാലം ത്യാഗം ചെയ്തെടുത്ത ഒരു ഗ്രന്ഥം നമുക്ക് 15 പോയിട്ട് 25 കൊല്ലം കൊണ്ടോ പോയിട്ട് എത്ര കൊല്ലം കൊണ്ട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. നമ്മളൊക്കെ ചില പള്ളികളിലൊക്കെ ഇപ്പോഴും 2, 7, 8 തവണ ആ അമാനി മൗലവി പരിഭാഷ വായിച്ചെടുത്ത് കഴിഞ്ഞില്ല. എങ്ങനെ ഓരോ ഭക്തി നമസ്കാരത്തിന് ശേഷം ഇമാമ് തിരിഞ്ഞിരുന്ന് ഒരു 5-10 മിനിറ്റിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടാണ് പല പള്ളികളിലും ഇന്നും 6-7 തവണ ആവർത്തിക്കപ്പെട്ടു കഴിഞ്ഞു ആ പരിഭാഷ വായിച്ചിട്ട് എന്ന് പറയുമ്പോ ഞാനും നിങ്ങളും നമ്മുടെ മഹല്ലും നമ്മുടെ പള്ളിയുമൊക്കെ എവിടെ കിടക്കുന്നു എന്നത് പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. എന്ന് പറഞ്ഞാൽ അവരൊക്കെ നമുക്ക് നൽകിയത്, അവരെ പ്രായത്തിൽ നമുക്ക് തന്നിട്ടേച്ചു പോയത് ഒരു വല്ലാത്ത മെസ്സേജാണ്. ഒരു വല്ലാത്തൊരു എന്താ പറയാ, നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങള് ഒട്ടേറെ ഉണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രായത്തിൽ അവരെ ഉപയോഗപ്പെടുത്തി നമുക്ക് തന്നുകൊണ്ട് നമ്മൾ കണ്ണുകളിലേക്ക് ആസ്വദിച്ചുകൊണ്ടാണെങ്കിൽ അവർ അതിനേക്കാൾ അവരെ ഖബറിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് കൂടി നാം വായിച്ചെടുക്കുമ്പോ നമ്മൾ മരണപ്പെട്ടാൽ എന്റെയും നിങ്ങളുടെ ഖബറില് എന്താണ് ഉണ്ടായിരിക്കോ എന്നത് കൂടി നാം ഓരോരുത്തരും വിലയിരുത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കിട്ടിയ ആയുസ്സിലേക്ക് നന്നായി ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശ്വാസികളെ, അതുകൊണ്ട് ജീവിതം കൊണ്ട് മാതൃകയാവാൻ നമുക്ക് സാധിക്കണം. സ്വഹാബിമാരുടെ ജീവിതം കണ്ടാണ് പലരും ഇസ്ലാം സ്വീകരിച്ചത്. നമ്മുടെ സൂക്ഷ്മതയും കൃത്യനിഷ്ഠയും സാമ്പത്തിക ശുദ്ധിയും പെരുമാറ്റ മര്യാദയുമാണ് മറ്റുള്ളവർക്ക് നൽകാൻ ഏറ്റവും വലിയ മെസ്സേജ്, സന്ദേശം. അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് ചോദിച്ചപ്പോ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് പഠിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, ആ വിശുദ്ധ ഖുർആൻ വായിക്കുന്നിടത്തും പഠിക്കുന്നിടത്തും ഓടുന്നിടത്തും നമ്മുടെ മാനദണ്ഡവും നമ്മുടെ സാമീപ്യവും നമ്മുടെ സ്വീകരണവും അതേപോലെ തന്നെ നമുക്കതിനോടുള്ള സഹകരണവും എത്രമാത്രമുണ്ട് എന്നതുകൂടി ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് വിശ്വാസികളെ ഈ വിശുദ്ധ ഖുർആനുമായി കൂടുതലടുക്കാനും അതോടൊപ്പം തന്നെ വരും തലമുറക്ക് ഒരു വലിയ മെസ്സേജ് നൽകിക്കൊണ്ട് കടന്നു പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഒരു വലിയ മുതൽക്കൂട്ടാണ്. നമ്മുടെ കാലശേഷവും നമ്മിലൂടെ കടന്നുപോയ പല അറിവുകളും സ്വായത്തമാക്കിയവർ ആ ജീവിതത്തിൽ പകർത്തുമ്പോൾ നമ്മുടെ ഖബറിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു അനുഭൂതിയാണ്, വല്ലാത്തൊരു രംഗമാണെന്ന് കൂടി നാം തിരിച്ചറിയുക. അതാണ് ഞാൻ 2 ആഴ്ച മുമ്പ് സൂചിപ്പിച്ചതും 4 തെരഞ്ഞെടുപ്പ് അതിപ്രധാനമാണ് നമുക്ക് എല്ലാവർക്കും. അതുണ്ടെങ്കിൽ ആ ഖബർ നമുക്കത് അനുഭവിക്കാനും ആസ്വദിക്കാനും സാധിക്കും. അതിന് നാം കൃത്യമായി പാഠം ഉൾക്കൊള്ളുക, നല്ല യുവത്വത്തെ നാം തിരിച്ചറിയുക, നല്ലൊരു പ്രായത്തെ നാം തിരിച്ചറിയുക. അത് ഇസ്ലാമിനു വേണ്ടി, ദീനിനു വേണ്ടി, അത് വിശുദ്ധ ഖുർആന്റെ പഠനത്തിനു വേണ്ടി, ഹദീസിന്റെ ഉദ്ധാരണത്തിനു വേണ്ടി, അതിന്റെ പ്രബോധനത്തിനു വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ തിരിച്ചറിയാനും ഉൾക്കൊള്ളാനും ആ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറൂഹു. Alhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in. Amma ba'd. Ittaqullaha wa ibadallah, usikum bisanin bittaqwa. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിയെ കൂടുതൽ സൂക്ഷിക്കണമെന്ന് വിശ്വാസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന 5 നേരത്തെ നമസ്കാരം പലപ്പോഴും നമ്മളൊക്കെ ഒരുപാട് തവണ കേൾക്കുകയും ആവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും.
ഇമാമ നമസ്കാരത്തിൽ തക്ബീർ ചൊല്ലിയാൽ നിങ്ങൾ തക്ബീർ ചൊല്ലുക. റുകൂലേക്ക് പോകുമ്പോൾ നിങ്ങൾ റുകൂലേക്ക് പോവുക. സുജൂദിലേക്ക് പോകുമ്പോൾ നിങ്ങൾ സുജൂദിലേക്ക് പോവുക. ഇതൊക്കെ പറയുമ്പോൾ അവിടെ എന്താ പറയുന്നത്? തക്ബീർ ചൊല്ലുമ്പോൾ. പക്ഷെ പലപ്പോഴും ഇമാമ സുജൂദത്തിന് മുമ്പേ മഅ്മൂമികൾ സുജൂദെത്തുന്ന ഒരു അപകടകരമായ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇമാമ തക്ബീർ ചൊല്ലിയാലും തക്ബീർ ചൊല്ലാനുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇമാമ സുജൂദിലെത്തി ശേഷമാണ് മഅ്മൂമികളുടെ മുതുക വളഞ്ഞിരുന്നത് എന്നാണ് വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് നമസ്കാരത്തിൽ നാം ഏറെ ശ്രദ്ധിക്കുന്ന ഒരു ഭാഗമാണ് ഇമാമിനെ ഫോളോ ചെയ്യാൻ പിൻപറ്റുക എന്നുള്ളത്. അതിനാണല്ലോ ഇമാമിനെ നിശ്ചയിച്ചിരിക്കുന്ന ഇമാമിന്റെ പിന്നാലെ പോകാൻ, ഇമാമിനെ പിൻപറ്റാൻ. അതുകൊണ്ട് തന്നെ ആ ഇമാമ നമസ്കാരത്തിൽ കൈകെട്ടുമ്പോ, അതേപോലെ തന്നെ റുകൂലേക്ക് പോകുമ്പോ, അതേപോലെ തന്നെ റുകൂയിൽ നിന്ന് ഉയരുമ്പോ, അതുപോലെ തന്നെ സുജൂദിലേക്ക് പോകുമ്പോ, അവിടങ്ങളിലൊക്കെ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളുണ്ട്. വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് നമസ്കാരത്തിന് എന്താ പറയാ, അത് തെറ്റിപ്പോകാതിരിക്കാൻ, നഷ്ടപ്പെടാതിരിക്കാൻ ആ ഇമാമിനെ ശരിയായി പിൻപറ്റാൻ വേണ്ടി നാം ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തില് വളരെ പ്രധാനപ്പെട്ട നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ നമസ്കാരം അത് ശരിയായാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയാവുന്ന പഠിപ്പിക്കണം. അതുകൊണ്ട് തന്നെ ആ ഇബാദത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കാൻ സാധിക്കണം. എങ്ങനെ പറഞ്ഞ് ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നത് കണ്ടുവോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുന്നവരെ കണ്ടിട്ടില്ല, എന്നെ അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ആ രൂപത്തിൽ നിർവഹിക്കാൻ. അതുകൊണ്ട് ആ നമസ്കാരത്തിന് നാം ഏറെ ഗൗരവമായി ശ്രദ്ധിക്കുക. ഇമാമിൽ ഒരിക്കലും ഇമാമു സുജൂദിലെത്തിയിട്ട് മഅ്മൂമികൾ അതിന് മുമ്പേ എത്തുന്ന ആളുകളെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇമാമു സുജൂദിലെത്തിയിട്ടാണ് മഅ്മൂമികൾ വളയേണ്ടവർ ഇതുപോലെ വളയേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ആ ഒരു ഹദീസിനെ നാം അനർത്ഥമാക്കുക എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ പിന്നാലെയാണ് നമ്മൾ ഒരിക്കലും അതിന് മുമ്പ് കടക്കാൻ പാടില്ല എന്ന് കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമസ്കാരത്തിൽ ഒരു ശുഷ്കാന്തി നാം കാണിക്കുക. ആ ഭക്തി എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ്. അത് ഉൾക്കൊള്ളാൻ, മനസ്സിലാക്കാൻ നാം ശ്രദ്ധിക്കുകയും ആ രൂപത്തിൽ നമസ്കാരത്തെ ഓരോ മനസ്സിലാക്കുകയും അങ്ങനെ നിത്യേന നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഇമാമിന്റെ കൂടെ ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളെ ഉൾക്കൊള്ളുകയും അങ്ങനെ നിർവഹിക്കാൻ വേണ്ടി ഗൗരവം കാണിക്കുകയും ചെയ്യുക. അതുപോലെ ഞാൻ ഇതിന്റെ മുമ്പിൽ സൂചിപ്പിച്ച പോലെ തന്നെ സ്വപ്നമൊക്കെ വളരെ അടുത്തടുത്തായി നാം അതിനെ ഗൗരവമായി കാണുക. ഇപ്പോഴും ഭയങ്കര ഉളവാണ്, ഗ്യാപ്പാണ് കാണാൻ സാധിക്കുക. അത് ആ പറയപ്പെട്ട ഹദീസുകളൊക്കെ നേരെ നിഷേധിക്കണം ചെയ്യും. തറാസു വളർത്തതിലൂ നമസ്കാരത്തിന്റെ പൂർണ്ണതയ്ക്ക് ആ സത്ത് പൂർണ്ണമായിരിക്കണം ഇത് പഠിപ്പിച്ചത്. അവിടെ അതൊക്കെ ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കുക. അടുത്തടുത്ത് പരമാവധി ആ വിഭാഗത്തിനെ നാം കാണുക. അങ്ങനെ വിഷാദിനെ ഒരിക്കലും വഴിപ്പെട്ടു പോകാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നല്ല യുവത്വം എന്ന പ്രായത്തെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ പ്രായത്തെ, അതേപോലെ തന്നെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ നാം വിസ്മരിക്കാതിരിക്കുക. അവരുടെ മാർഗത്തിൽ ചെയ്ത വിഷയങ്ങൾ വ്യക്തമായി ഉൾക്കൊള്ളുക. സമൂഹത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ്, ദുരന്തങ്ങളാണ്. ഏറ്റവും നാം വായിച്ചുകൊണ്ടിരിക്കുന്നത് യുവത്വത്തെയാണ്. നാം ഇന്ന് ഏറ്റവും ദുരന്തത്തിന്റെ വഴിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ദിശാബോധം നൽകാൻ നമുക്ക് സാധിക്കണം. അതിന് കൃത്യമായി ഇസ്ലാമിക അധ്യാപനങ്ങളെ പഠിക്കാൻ ഉൾക്കൊള്ളാനുള്ള അവസരങ്ങളും സന്ദർഭങ്ങളും ഉപയോഗപ്പെടുത്തണം എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് വിശുദ്ധ ഇസ്ലാം. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ വിസ്മരിക്കാതെ മുന്നോട്ട് പോവുക. അവന്റെ ജീവിതത്തെ അവൻ നൽകിയ ആ അനുഗ്രഹത്തെ വിസ്മരിക്കാതിരിക്കുക. അല്ലാഹു അവൻ നമുക്ക് ഒരുക്കി തന്ന ആ തുല്യമായ ആരാമത്തിൽ ഉന്നതമായ ഒരു ആ 7 വിഭാഗത്തിൽ നമുക്ക് തണല് ആ യുവത്വത്തിനാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ അതിന്റെ ഗൗരവത്തെ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുക. അല്ലാഹു കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോകുന്ന ചെറുതും വലുതുമായ പാപം അല്ലാഹു അവന്റെ മഹത്തായ ഫضل കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മെ ഇന്ന് വിടവാങ്ങി പോയ ഒരുപാട് സഹോദരങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്, മിത്രാദികളുണ്ട്, ആദർശ ബന്ധുക്കളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ.
അവരെയും നമ്മയും കൊണ്ട് യാതൊരു വിരോധം കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം പ്രയാസപ്പെടുന്നവരുണ്ട്. നമ്മളൊരു പണ്ഡിതൻ വളരെ ആദർശ പ്രബോധന മേഖലയിൽ എവിടെയും ചങ്കൂട്ടത്തോടുകൂടി ധീരമായി ഇടപെടുന്ന തൗഹീദ് പറയുന്ന ചെറുക്കത്തിൽ ആരംഭിക്കുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ. അദ്ദേഹം ഇന്ന് രോഗശൈലാണ്, വളരെ പ്രയാസത്തിലാണ്. നൽകിക്കൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ രോഗത്തിന് പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. ഇനിയും ആദർശ പ്രബോധന മേഖലയിൽ പ്രവർത്തിക്കാൻ ദാവാരംഗത്ത് സജീവമാകാനുള്ള തൗഫീഖ്, ആഫിയത്ത്, ആരോഗ്യം അല്ലാഹു അദ്ദേഹത്തിനും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ നമ്മൾ പ്രയാസപ്പെടുന്ന നമ്മുടെ കുടുംബങ്ങളിൽ അയൽവാസികളിലും ഒക്കെ ഉള്ളവരുണ്ട്, നമ്മളെ കൂടെ ഇരിക്കുന്നവരുടെ എല്ലാവർക്കും അല്ലാഹു പരിപൂർണ്ണ ശിഫയും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും ജോലിയിലും ബിസിനസ്സിലും എല്ലാം അല്ലാഹു ഖൈറും ബറകാത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اعف للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم انصر إخوان المسلمين في فلسطين. اللهم أنزل المستضعفين المؤمنين في غزة. اللهم انزل الكتاب ومجري السحاب وهازم الأحزاب اهزمهم وانصرنا عليهم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.